ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു സാലഡാണ്. ഒരു പ്രത്യേകതരം സാലഡ്. സാധാരണ നമ്മൾ തൈര് ഉടയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കരിവേപ്പിലയൊക്കെ ഇട്ട് ഉടയ്ക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിൽ നിന്നെല്ലാം മാറി പുതിയൊരു രീതിയിൽ അത് നമുക്ക് ശരീരത്തിന് നല്ല തണുപ്പും ശരീരത്തിന് സുഖവും കിട്ടുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഇതാണ്. എന്നാൽ എളുപ്പവുമാണ്. അത് ചൂട് കാലത്തൊക്കെ ആണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്ന തൈര് ഇതുപോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല സ്വാദാണ്. കഴിക്കാനും കുട്ടികൾക്കാണെങ്കിലും ഒക്കെ നല്ല ഇഷ്ടമായിട്ടുള്ള ഒരു ഇതാണ്. അതിന് നമുക്ക് വേണ്ടത്, ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന 1 കപ്പ് തൈരാണ്. ആ 1 കപ്പ് തൈരിന് ഒരു പിഞ്ചോളം ജീരകം, ചെറിയ ജീരകം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മല്ലിയില. ഇത് മാത്രം മതി. മല്ലിയില, ഉപ്പ്, ജീരകം. അപ്പോൾ നമ്മൾ ഈ തൈരിനകത്തോട്ട് ഈ ജീരകം ഇടുക. ഞാൻ ഒരു നുള്ള് ജീരകമാണ് എടുത്തിരിക്കുന്നത്. അത് ചതച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് ഇതിലേക്ക് ഇടുക. ഇതാണ് നമ്മൾ മല്ലിയില ഇടുന്നത്. നല്ല ടേസ്റ്റിയാണിത്. ഫ്രിഡ്ജിൽ കൂടെ വെച്ചിട്ടെടുക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഇത് ബിരിയാണിയുടെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ കൂടെ സാലഡിന് എടുക്കാനാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. ഇനി ഇതിൽ ഇത്രയും കുറുകിയത് വേണ്ട, കുറച്ചുകൂടെ നീട്ടിയത് മതിയെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ശകലം, എന്നാലും അധികം നീട്ടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ജീരകത്തിന് തൈരുമായിട്ട് ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം. നല്ല തണുപ്പും കിട്ടും. ശരീരത്തിനുള്ളിൽ നല്ല സുഖമാണ്. നമ്മുടെ സാലഡ് റെഡിയായി കഴിഞ്ഞു. എത്ര പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറിയ ജീരകമാണ്. അതൊന്ന് ചതച്ചിടുക, മല്ലിയില ഇടുക, ഉപ്പിടുക. അതുകൊണ്ട് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. നല്ലതാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.